കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിലുള്ള ആളുകളെ കാണുന്നതും അവരുമായി സംഭാഷണം നടത്തുന്നതുമൊക്കെ ഇന്നാണ്. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച വന്ന് ഉടനെ തന്നെ മക്കത്ത് പോയി. മക്കത്തുനിന്ന് പിറ്റേന്ന് തന്നെ മദീനയിൽ പോയി. മദീനയിൽ നിന്ന് 2 ദിവസം മുമ്പ് തിരിച്ചു വന്ന് ജുമായക്ക് അറമിൽ കൂടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയത്. അതിൻ്റെ ഇടക്ക് ഇന്നലെ രാത്രി മോങ്ങം മഹലിൻ്റെ കൂട്ടായ്മയിൽ ഞാൻ പങ്കെടുത്തു. അത് കഴിഞ്ഞ് അപ്പം തന്നെ ഞാൻ അറമിലേക്ക് തന്നെ പോവുകയും ചെയ്തു. ഇന്നിപ്പോൾ 2-3 പരിപാടിയിൽ പങ്കെടുത്ത് ഇപ്പം ഞാൻ പങ്കെടുത്തതിൻ്റെ തൊട്ടടുത്ത് തന്നെ വള്ളുവമ്പുറം എൻ്റെ മഹലിൽ കൂട്ടായ്മയിലായി. അത് കഴിഞ്ഞ് അവിടുന്ന് ഭക്ഷണവും കഴിച്ച് പോകുമ്പോഴാണ് ഇവിടെ ഈ പരിപാടി കഴിഞ്ഞോ ഇല്ലേ എന്നുള്ളത് ഞാൻ അന്വേഷിച്ചത്. അപ്പോൾ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനിവിടെ കയറിയത്. വളരെ പ്രയാസങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ഗൾഫിൽ നിന്ന് മലയാളികൾ ജീവിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്കും നമുക്കുമൊക്കെ അറിയാം. സത്യത്തിൽ ഇന്നത്തെ പുതിയ നിയമങ്ങൾ വരുമ്പോൾ ഒരു പരീക്ഷണമെന്നോണം പല ആളുകളും ഗൾഫിൽ നിന്ന് പോകണം എന്നുള്ള ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാനുമായി സംസാരിച്ചപ്പോൾ പല ആളുകളും പറഞ്ഞത്. അതിനവർ പറഞ്ഞ കാരണങ്ങൾ ഈ വിസ പുതുക്കാനും മറ്റുമൊക്കെയായി ധാരാളം പൈസ നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങുന്നു. അത് കൊടുത്തുകൊണ്ട് ഇവിടെ ഈ ശമ്പളത്തിന് ജോലിക്ക് നിന്നാൽ സ്വാഭാവികമായും നഷ്ടമാണ് നമുക്ക്. നാട്ടിൽ പോയി കൂലിപ്പണിയെടുത്താലും ഇതിലേറെ മെച്ചമാണ് എന്നുള്ള ഒരു ധ്വനിയിലാണ് പല ആളുകളും സംസാരിച്ചത്. ഏറെക്കുറെ അത് നമുക്കും മനസ്സിലാകുന്നുണ്ട്, കുറേയൊക്കെ അതിൽ സത്യമുണ്ട് എന്ന്. ഇന്നിപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മളൊക്കെ നാട്ടിൽ ഒരു കരിങ്കല്ലിൻ്റെ പടവുകാരന് 500 റുപ്യ 600 റുപ്യ കൂലിയാണ്. അങ്ങനെ എല്ലാ പണിക്കും അതിന് തന്നെ ആളുകളെ കിട്ടാനില്ലാത്ത ഒരവസ്ഥയാണ് നമ്മുടെ നാട്ടിലൊക്കെ. സ്വാഭാവികമായിട്ടും അവരെ പറയുമ്പോൾ നാടിനോട് വെറുത്തിട്ടോ അല്ലെങ്കിൽ ഗൾഫിനോട് വെറുത്തിട്ടോ ഒന്നുമല്ല ഇവിടെ നിൽക്കുന്നതും അവിടെ പോകുന്നതുമൊക്കെ സ്വന്തം കുടുംബം പോറ്റാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ പല ആളുകളും ഒരു പൊതുമാപ്പ് ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഗൾഫിൽ വന്ന് നിൽക്കുന്ന ആളുകളൊക്കെ നിങ്ങളൊക്കെ വീട്ടിൽ പോകണമെങ്കിൽ പോയിക്കോളൂ, ആരും വിസ പുതുക്കി നിൽക്കണ്ട എന്നുള്ള ഒരു മാപ്പ് പറഞ്ഞാൽ പകുതിയിലധികം ആളുകൾ തിരിച്ചു പോകാൻ സന്നദ്ധ പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് ഔദ്യോഗികമായിട്ട് എനിക്ക് കിട്ടിയ വിവരം. ഏതായാലും ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. നിങ്ങളുടെ ഈ സംരംഭത്തിൽ ഒന്ന് പങ്കെടുത്ത് പോവുക എന്നൊരു ഉദ്ദേശം വെച്ച് മാത്രമാണ് ഞാനിവിടെ വന്നത്. നാളെ രാത്രി 11 മണിക്കുള്ള എയർ ഇന്ത്യ ഫ്ലൈറ്റിന് നാട്ടിലേക്ക് എനിക്ക് തിരിച്ചു പോകുമ്പോൾ ഏതായാലും നിയമങ്ങൾ പല നിലക്കും വന്നുകൊണ്ടിരിക്കുകയാണ്. പുതുതായി വന്ന നിയമങ്ങളല്ല, പഴയ നിയമങ്ങൾ പൊടി തട്ടി എടുത്തുകൊണ്ട് അത് പ്രായോഗികമാക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനമാണ് സൗദി ഗവൺമെൻറ് ഇപ്പോൾ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിദേശികളൊന്നും ഇവിടെ വന്ന് സംഘടിക്കുകയോ അതിനുവേണ്ടി പ്രവർത്തിക്കുകയോ ചെയ്യരുത് എന്നുള്ള ഒരു ധ്വനിയിലുള്ള സംസാരങ്ങളും കേൾക്കുന്നുണ്ട്. അതൊക്കെ എത്രത്തോളം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിക്കണം. ഇത് രാജഭരണമാണ്. ഇന്ത്യയിൽ ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ കട്ടവന്റെ കയ്യ്
തെളിവുണ്ടെങ്കിൽ മുറിച്ചു പോകുന്ന നാടാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് തന്നെ കൊള്ളയടിച്ചാലും പണമുണ്ട് കേസ് നടത്താൻ എങ്കിൽ രക്ഷപ്പെടാൻ കഴിയുന്ന ജനാധിപത്യ രാജ്യമാണ്. അപ്പം അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടുത്തെ നിയമത്തിന് 100% അംഗീകരിച്ചുകൊണ്ട് മാത്രമേ നിങ്ങളൊക്കെ പ്രവർത്തിക്കാനും ഓരോ ജോലികൾ തേടാനുമൊക്കെ മെനക്കെടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. താങ്ക് യു മിസ്റ്റർ മുഹമ്മദ് ഉണ്ണിയാജി. ഏതായാലും നമ്മുടെ പ്രിയങ്കരനായ MLA ഇവിടെ എത്തിച്ചേർന്ന സ്ഥിതിക്ക് നമ്മുടെ ഈ ചടങ്ങിന്റെ സമാപനം സെഷനിലേക്ക് കടക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മളൊരു നറുക്കെടുപ്പ് പ്രഖ്യാപിച്ചിരുന്നു. ആ നറുക്കെടുപ്പ് ഇവിടെ നടക്കുകയാണ്. ആ നറുക്കെടുപ്പിൽ വിജയിയാകുന്ന ആൾക്കുള്ള സമ്മാനദാനം ബഹുമാന്യനായ MLA നൽകുന്നതായിരിക്കും. ബഹുമാന്യനായ MLA ആ പേര് പ്രഖ്യാപിക്കുന്നതാണ്. 1075 ബാബു എന്നാണ് ഇതിൽ കാണുന്നത്. ഫോൺ നമ്പർ 05351911073. ബാബു Thank you, sir.